കണ്ടോ നല്ല ഒന്നാന്തരം മാങ്ങാ പച്ചടി. പച്ച മാങ്ങ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് അതുപോലെ അരിഞ്ഞ് ക്രിസ് ക്രോസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു 4-5 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ചെറിയ ഉള്ളി, ചുവന്നുള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു 5-6 പച്ചമുളക് കൂടി നമ്മൾ ഇതോടൊപ്പം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തണ്ട് കരിവേപ്പില, പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ചുരണ്ടിയത്, പിന്നെ 1-1.5 ഗ്ലാസ് വെള്ളം, പിന്നെ മാങ്ങയുടെ ഈ കഷ്ണങ്ങൾ വേവിക്കാനായിട്ടുള്ള ഒരു 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ കരുതണം. പിന്നെ ഒരു വെളിച്ചെണ്ണ, പിന്നുള്ളത് തൈരാണ്, കടുക്, ഉപ്പ്, പിന്നെ ജീരകം നമ്മൾ അടുപ്പത്തിരിക്കുന്നതായിട്ടുള്ള ഈ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ. അതോടൊപ്പം നമ്മൾ ഈ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചെറിയ കഷ്ണങ്ങൾ എടുത്ത് അതിലേക്ക് ഇട്ട് മാങ്ങയുടെ കൂടെ നമ്മൾ കുറച്ച് പച്ചമുളക് അങ്ങോട്ട് വെതറിയിടുകയാണ് കേട്ടോ. കുറച്ചിടാം. പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പില എടുത്ത് ഇതിന്റെ കൂടെ അങ്ങ് ഇടുകയാണ്. മനസ്സിലായി? ഒരു 4-5 ഏല. ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പൂടെ നമുക്ക് ചേർക്കാം. തീ കൂട്ടി വെക്കുക. ഇത് അവിടെ നിന്ന് തിളക്കട്ടെ. ഒന്ന് ഇളക്കി വെക്കാം എല്ലാം കൂടെ. മനസ്സിലായോ? അപ്പൊ ഞങ്ങളുടെ മാങ്ങ നല്ലപോലെ വെന്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം എല്ലാം തിളച്ചു മറി. അപ്പൊ ഞങ്ങൾ തേങ്ങ, ജീരകം, ഒരു ചെറിയ ടീസ്പൂണിനെക്കാട്ടിലും കുറച്ച് കടുക്, പച്ചമുളക്, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചവെള്ളം എല്ലാം കൂടി ഇട്ട് കുറച്ച് കരിവേപ്പില 3 ഇല എല്ലാം ഇട്ട് നല്ലപോലെ അരക്കുകയാണ്. അരഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞങ്ങള് അരയുക നല്ല പേസ്റ്റ് പോലെ അരയണം. നല്ല പേസ്റ്റ് പോലെ ആയി കഴിയുമ്പോൾ നമ്മൾ തൈര് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ അരയ്ക്കും ചെറുതായിട്ട്. തൈര് ആഡ് ചെയ്യുന്നതോടുകൂടിയാണ് ഇതിന്റെ ആ ഒരു കുറുകിയ ഇഫക്റ്റ് കിട്ടുന്നത്. കുറുകിയ ഇഫക്റ്റ് കിട്ടി നല്ലൊരു ഫൈൻ ടെക്സ്ചർ, കേർഡിന്റെ ഒരു ടെക്സ്ചറും ഒക്കെ ആയിട്ട് ഇവരെ ഇങ്ങനെ ഇരിക്കും. അതൊന്ന് നമ്മൾ ഒലത്തി അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ലുക്കാണ്, നല്ലൊരു ഇതാണ്. ഇത് എത്ര ദിവസം വേണേലും നമുക്ക് ഉപയോഗിക്കാം. കോരി എടുത്ത് ഉപയോഗിക്കാം. ഇഷ്ടം അരച്ചു വെച്ച് ഞങ്ങളെല്ലാം അരച്ചു, ഇൻക്ലൂഡിങ് തൈരിട്ട് അരച്ചിരിക്കുകയാണ്. അപ്പം അരച്ചതിനെയും ചേർക്കാൻ പോവാണ്. മാങ്ങയും നല്ലപോലെ വെന്ത് കുഴഞ്ഞിരിക്കുകയാണ്. അതിലേക്ക് നമ്മളിപ്പോൾ നമ്മുടെ മിശ്രിതം ചേർക്കുകയാണ്. ചെറുതായിട്ട് ചൂടാക്കുകയാണ് ചെറിയ തീയില്. തിളക്കേണ്ട കാര്യമില്ല, തിളക്കരുത്. ചെറിയ ആവി വരുന്നതിന്റെ ഒരു ഇഫക്റ്റിന് വേണ്ടി മാത്രം. കുറച്ച് എരിവുണ്ട്, കുറച്ച് പുളിയുണ്ട്, ഉപ്പ് പാകത്തിനുണ്ട്. കിടുക്കും. ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ഈ ചൂടോടെ അല്ല, തണുക്കണത്. തണുക്കുമ്പോ കുറച്ചുകൂടെ അങ്ങ് കുറുകും. അതെ, അവിടെയാണ് അതിന്റെ ബ്യൂട്ടി. നമ്മൾ ആദ്യം ഇട്ടത് കടുക് പൊട്ടിച്ചു, അതിന്റെ പുറമെ ഉലുവ ഇട്ടു, അതിന്റെ പുറമെ പിന്നെ വറ്റൽ മുളക് 3 എണ്ണം ചെറുതായിട്ട് നുറുക്കിയതിട്ടു, അതിന് പുറമെ നമ്മൾ ചുവന്നുള്ളി ഇട്ടു, അതിന്റെ കൂടെ നമ്മൾ ഏതാനും ലീഫ് ഓഫ് കരിവേപ്പിലയും കൂടി ഇടുകയാണ്. അപ്പോൾ നമ്മള് പിന്നെ ഇത് മൂപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് പച്ചടിയിലേക്ക് നമ്മൾ ഇതവനെ അങ്ങോട്ട് വെതറുകയാണ്, ഒഴിക്കുകയാണ്. എന്നാ ലുക്കാണ്. ഈ സ്വരമാണ് മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്നത്, ഉന്മാദ ലഹരിയിലാക്കുന്നത്. ഉന്മാദം എല്ലാരും ഉണ്ടാക്കി നോക്കണം. വീണ്ടും അടക്കുകയാണ്. ഇവൻ തണുക്കണം. പക്ഷെ ഒരു വാർണിംഗ് ഉണ്ട്. ഇതിന്റെ ഈ നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു അപകടം ഇതിൽ പതിയിരിപ്പുണ്ട്. രുചി ഉള്ള ഈ പച്ചടി കൂട്ടി നിങ്ങൾ ചോറുണ്ണാൻ ഇരുന്നാല് നിങ്ങൾ ഇരട്ടി ചോറുണ്ണു. അങ്ങനെ ഉണ്ടാകുന്ന ആരോഗ്യ ഹാനിക്ക് ഞാൻ ഉത്തരവാദിയല്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആയി സാധനം.